തോറ്റുപോയിട്ടുള്ള ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ല, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാൻ പാടില്ലാതെ നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന ചില മൊമെന്റുകൾ. ഇന്നത്തെ സുവിശേഷം പറയാണ്, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാരണം ഇതിന്റെ പേരാണ് ആത്മാവിലെ ദാരിദ്ര്യം. കാരണം നമ്മൾ പലപ്പോഴും പറ്റുന്ന പ്രശ്നം എന്താണ്? നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കുന്നു, നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നു. എന്നാൽ എപ്പോഴാണ് എന്റെ കഴിവുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇനി ദൈവം സഹായിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നു. ചില പരിപാടി കഴിയുമ്പോൾ ആൾക്കാർ പറയാറില്ല, എന്റെ പൊന്നച്ച, ഇത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം നടന്നതാണ്, ദൈവം നടത്തിയതാണ് എന്നൊക്കെ അത്ഭുതത്തോടു കൂടി പറയുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ശക്തിയല്ല അവിടെ പ്രവർത്തിച്ചു, ദൈവം പ്രവർത്തിച്ചു. ഇതാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്. ഇന്നത്തെ സുവിശേഷം പറയാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. എന്നുവെച്ചാൽ നമ്മൾ ഈ ദാരിദ്ര്യം നമുക്കുണ്ടാകണം. പക്ഷെ നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ, നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കാതെ, പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന അവസ്ഥയുടെ പേരാണ് ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. എത്ര വലിയ പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ നിന്നാലും അതും കടന്നു പോയിട്ടില്ലേ? അത് ആരാണ് നടത്തിയത്? ദൈവമാണ് നടത്തിയത്. ഈ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ, മനുഷ്യരിൽ ആശ്രയിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കുക. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുക. അതുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിഷമിക്കണ്ട. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് കരുതി വിഷമിക്കുമ്പോഴും വിഷമിക്കണ്ട. കാരണം നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ആത്മാവില് കൂടുതൽ 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 ദരിദ്രരായിട്ട് മാറാം.